ഇന്നൊരു ചൂരമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നല്ല തേങ്ങ വറുത്തരച്ചിട്ട് ചൂരമീൻ കറി വെക്കണേന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ചൂരമീൻ കറി. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ വരുന്നൊരു ചൂരമീനായിരുന്നു. പിന്നെ അത് കട്ടൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങയിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 അല്ലി ചെറിയ ഉള്ളിയാണ് കേട്ടോ. 4 അല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. 2 അല്ലി മതി. പിന്നെ നമുക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ തേങ്ങയിലുള്ള വെള്ളം ഒന്ന് വറ്റുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ വറവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അത് ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി വേണമെങ്കിൽ ഉപയോഗിക്കട്ടോ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മസാലപ്പൊടി എല്ലാം കൂടി ഈ തേങ്ങയിലേക്ക് നല്ല രീതിയിലായിട്ട് മസാല നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ആക്കിയെടുക്കട്ടോ. നല്ല രീതിയിൽ ഫ്ലെയിം കുറച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് തേങ്ങയിലേക്ക് മസാല ഒക്കെ പിടിച്ചിട്ട് നല്ല രീതിയിൽ വറവായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. ഈ ചട്ടിയുടെ ചൂടിലാണ് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചട്ടിയുടെ ചൂടിലാണ് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ചട്ടി ചൂടാറുന്നത് വരെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഈ തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ തേങ്ങയും ഉള്ളിയും അതുപോലെ തന്നെ എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ടല്ലോ. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചീനച്ചട്ടിയാണ്. ആ ചീനച്ചട്ടിയിലേക്ക് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത സമയത്ത് നമുക്ക് ഒരു 8 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ. ഇപ്പോൾ അത്യാവശ്യം ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്തെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്ന ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഓവർ എരിവൊന്നും ഇല്ലാത്തൊരു അടിപൊളി മീൻ കറി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ 3 പച്ചമുളക് മാത്രമാണ് ചേർത്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അളവ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ മസാല ഒന്ന് മൂത്ത് വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. കാരണം ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മൺചട്ടി നന്നായിട്ട് ചൂടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാല നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു തക്കാളി നീളത്തിൽ എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടട്ടെ. അതുവരെ നമുക്കൊന്ന് കുക്കാക്കി എടുക്കാം. വളരെ എളുപ്പത്തിലാണ് ഈ മീൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പുളിവെള്ളം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുടംപുളി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഓരോ മീൻ കഷ്ണങ്ങളും നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കണം. ഞാനിവിടെ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ തിളച്ചിട്ടുണ്ട്. മീനൊരു
കുക്കൊക്കെ ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടോ, ഈ സമയത്ത് നന്നായിട്ട് നമ്മൾ കയ്യിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കുത്തി ഇളക്കരുത് കേട്ടോ. ഇതുപോലെ ചട്ടുക എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിൽ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത ആ തേങ്ങ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഒഴിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അത് ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അതേ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ വീണ്ടും ഒരു 5 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഞാനൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കുന്നുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞിട്ട് മീനൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അടിപൊളി മീൻ കറി റെഡിയായില്ലേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ചൂര തേങ്ങ അരച്ച മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.